ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തായാലും ഈ അഫാൻ്റെ കാര്യത്തിൽ ആദ്യമേ അഫാൻ വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഒരു ആത്മഹത്യ പ്ലാൻ ചെയ്തിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത് വിശ്വാസയോഗ്യമായിരിക്കുകയാണ്. കാരണം ഈ അഫാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വാസ്തവമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഗൾഫിൽ വാപ്പായ്ക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്, നാട്ടിൽ വരാൻ പോലും പറ്റാത്ത അത്രയും കടബാധ്യതകൾ. പിന്നെ നാട്ടിലാണെങ്കിൽ ഉമ്മ ഷെമി ഒരുപാട് പേരുടെ നിന്ന് കടം വാങ്ങിച്ച് റോള് ചെയ്താണ് കുടുംബം അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവരുടെ ആവശ്യങ്ങൾക്കും കുട്ടികളുടെ ആവശ്യങ്ങൾക്കും എല്ലാം ഈ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് റോള് ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 65 ലക്ഷത്തോളം രൂപ കടബാധ്യത നാട്ടിൽ ഷെമിക്കുണ്ടായിരുന്നു എന്നാണ് മകൻ പറയുന്നത്. അങ്ങനെയുള്ള കടബാധ്യതകൾ, പിന്നെ അഫാനും കടബാധ്യതകളുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ ഇവരുടെ വാപ്പായുടെ സഹോദരനും ഭാര്യയും ഇവർക്ക് പണം അവർക്ക് കൊടുക്കാൻ ഇവർ ഉണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം അവരെ വിളിച്ച് ചോദ്യം ചെയ്യുകയും എടുക്കുകയും പിന്നെ വാപ്പുമാടത്തും ഇവർക്ക് ദേഷ്യമുണ്ടായിരുന്നു. കാരണം അഫാനും ഫർസാനയും തമ്മിലുള്ള ബന്ധം അവർ എതിർത്തിരുന്നു. ഈ ഒരു വൈരാഗ്യത്തിൻ്റെ എല്ലാം പേരിലാണ് അവരെ കൊന്നത്. പിന്നീട് എന്തായാലും ഇവനും മരിക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം എലിവിഷം കഴിച്ചത്. പക്ഷേ എന്തുകൊണ്ടെന്നോ അവനത് മരിക്കാൻ ഇടയായില്ല. വലിയൊരു ലഹരി ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ 10 മിനിറ്റ് പോയി മദ്യപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വാപ്പുമ്മായുടെ മാല എടുത്ത് അവൻ 40,000 രൂപ കടം കൊടുക്കാനുള്ളവർക്ക് കടം വീട്ടുകയും ചെയ്തു. അങ്ങനെ എല്ലാം ചെയ്തു ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറായിരുന്നു ഇത്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ആയുധത്തിൽ തന്നെ എല്ലാവരെയും കൊലപ്പെടുത്തി. ഇനി ഒരിക്കലും അവർ രക്ഷപ്പെടരുത് എന്ന് കരുതിയുള്ള ഒരു കൊലപാതകമായിരുന്നു. ഇവൻ്റെ പ്രണയിനി എന്ന് പറയുന്ന ഫർസാന വളരെ മിടുക്കിയായൊരു കുട്ടിയായിരുന്നു. പഠിക്കാനായാലും വളരെ മിടുക്കിയായിരുന്നു. ഞാനില്ലാതെ അവൾ വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് അവളെ കൊന്നതെന്ന് പറഞ്ഞത്. 2ാം വർഷം MSc വിദ്യാർത്ഥിയായിരുന്നു. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്തായാലും ആ കുട്ടിയുടെയും വളരെ ക്രൂരമായിട്ടാണ് ഇവർ കൊലപ്പെടുത്തിയത്. എല്ലാവരെയും വളരെ ദാരുണമായിട്ട് ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അനിയൻ മോന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് ഒരു കണ്ണ് വരെ നഷ്ടമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ ദയനീയത. ഇതൊന്നും ഒരു മലയാളിക്കും കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം കൊണ്ട് മലയാളികളുടെ മനസ്സിനെ എല്ലാം വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു. എങ്ങനെ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു, ഒരു കൂട്ടർക്ക് വിശ്വസിക്കാൻ പോലും വയ്യ. ഇവൻ്റെ നിറച്ചിരിയുമായിട്ടാണ് എല്ലാവരുടെയും മുമ്പിൽ നിന്നിരുന്നത്. 5 നേരം നമസ്കരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അനിയനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ കഴിച്ച ലഹരിയിലാണോ, ഇവനിനി എല്ലായിടത്തും തോറ്റ ഒരവസ്ഥയിൽ ഇനി ജീവിക്കണ്ട എന്ന് കരുതിയിലാണോ ഇങ്ങനൊരു മരണം സംഭവിച്ചത്. എന്തായാലും ഇവന് മരിക്കാൻ പറ്റിയില്ല. അതാണ് ഇവൻ എലിവിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വിചാരിച്ചു കാണും മരിക്കുമെന്ന്. പക്ഷേ ഇവന് മരിക്കാൻ സാധിച്ചില്ല. അത്രയും വലിയ ഇവൻ ഇനി എന്തിനാണ് ബാക്കി നിൽക്കുന്നതെന്ന് നമുക്ക് ഓരോ മലയാളികൾക്കും പിന്നെ എന്താ പറയുക, മലയാളിയുടെ മനസ്സിൽ ഇവൻ എന്തിന് വേണം. സത്യം പറഞ്ഞാൽ ഇവൻ ഇനി ലോകത്ത് തിരിച്ച് വരരുതെന്ന് ആശിക്കുന്നവരാണ് ഓരോ മലയാളികളും. പക്ഷേ ആ ഉമ്മ ഇത്രയൊക്കെ ഉപദ്രവിച്ചു ആയാലും ബാക്കി കാര്യങ്ങളൊന്നും ഉമ്മ അറിഞ്ഞിട്ടില്ല. ഉമ്മയെ ഉപദ്രവിച്ചത് ഉമ്മക്ക് അറിയാം. പക്ഷേ എന്നിട്ട് പോലും ആ ഉമ്മ അഫാൻ പാവമാണ്, പിന്നെ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇത്രയധികം ഉപദ്രവിച്ചിട്ട് പോലും ആ മകനെ മാറ്റി നിർത്താനോ തള്ളിപ്പറയാനോ ആ ഉമ്മ ഇടയാക്കിയിട്ടില്ല. വാപ്പ ആയാലും സാമ്പത്തിക ബാധ്യതകളൊന്നും ഇതിനൊരു കാരണമല്ലെന്നാണ് വാപ്പായും പറയുന്നത്. പക്ഷേ ഇവർക്കൊന്നും ഈ മകൻ ഇങ്ങനെ ചെയ്തു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. എന്തായാലും വാപ്പാക്കും ഉമ്മാക്കും അഫാൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പിടിച്ചു നിൽക്കാനുള്ളൊരു മനോധൈര്യവും ബലവും കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.